ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണത്തിൻ്റെ അന്നാണ് അശ്വിന് ശ്രുതിയോടുള്ളൊരു പ്രണയം ഭയങ്കര ഒരു വെറുപ്പായി മാറുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ശ്രുതിയോട് പ്രണയമൊക്കെ തോന്നി തുടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വള വാങ്ങിച്ചു കൊടുത്തതും ശ്രുതിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും. ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് പ്രീതിക്ക് പുടവ കൊടുക്കാനായിട്ട് അശ്വിനാണ് അതൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ് കേട്ടോ. പക്ഷേ ശ്രുതി പീറ്റേഴ്സ് ആയി കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ വരുമ്പോൾ ശ്യാമും ശ്രുതിയും തമ്മിലുള്ള ഒരു സംഭാഷണം അശ്വിൻ കേൾക്കാനിട വരികയാണ് കേട്ടോ. ശ്യാമ് ശ്രുതിനെ മാറ്റി നിർത്തി പറയുകയാണ്, എനിക്ക് നിന്നെ വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അഞ്ജലിനെ കൊല്ലാൻ വരെ തയ്യാറായി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ അശ്വിനല്ല ശ്യാമ് അഞ്ജലി അമ്പലത്തിൽ പോകുന്ന ഒരു സമയത്ത്, കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്ന ഒരു സമയത്ത് വണ്ടിയുടെ ബ്രേക്കൊക്കെ അഴിച്ചു മാറ്റി അഞ്ജലിക്ക് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. കൂടെ അഞ്ജലിക്ക് ഇങ്ങനെ അപകടമൊക്കെ സംഭവിക്കുന്നതിന് എന്തോ ഒരു കാരണം ഉണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാവണം കേട്ടോ. ആ സമയത്താണ് അശ്വിൻ ശ്രുതിയും അതുപോലെ ശ്യാമും കൂടിയിട്ടുള്ള ഒരു സംഭാഷണം കേൾക്കുന്നത്. അത് കേട്ടോട് കൂടിയിട്ട് അശ്വിന് ഇങ്ങനെ തെറ്റിദ്ധാരണ വരികയാണ് കേട്ടോ. ശ്രുതിയും ശ്യാമും തമ്മിൽ ഒരു അരുതാത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് തൻ്റെ ചേച്ചിയായിട്ടുള്ള അഞ്ജലിയുടെ ജീവിതം നശിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തോന്നൽ അശ്വിന് വരികയാണ് കേട്ടോ. കാരണം ശ്യാം ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് നീ വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണല്ലോ. അഞ്ജലിനെ എനിക്ക് വേണ്ട, അഞ്ജലിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയണത് അശ്വിൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. എന്തായാലും ശ്രുതിയോടുള്ള ഒരു പ്രണയം മാറി ഒരു പ്രത്യേക ഒരു ദേഷ്യമായിട്ട് മാറാണ് കേട്ടോ. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ, ശ്രുതിയും ശ്യാമും തമ്മിൽ ഒരു അവിഹിതമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അശ്വിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ ജീവിതം എങ്ങനെയെങ്കിലും സേഫ് ആക്കണം, അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ശ്യാമിനെ കാണുകയാണ് കേട്ടോ അശ്വിൻ. ശ്യാമിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളും ശ്രുതിയും തമ്മിൽ തെറ്റായിട്ടുള്ളൊരു ബന്ധമുണ്ട്, എൻ്റെ ചേച്ചിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ്, നിങ്ങൾ ഇത്രയും വലിയൊരു ക്രൂരനാണ് ണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ശ്യാമ് ഇനി മനസ്സിലാവാണ് ശ്രുതിയും ഞാനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അശ്വിന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ, ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവൾ എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ്, അതിപ്പോൾ നിനക്കാണെങ്കിൽ പോലും അവളെ ഞാൻ വിട്ടു തരില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൂടാണ് കേട്ടോ. അങ്ങനെ അശ്വിനിങ്ങനെ മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ്, അഞ്ജലിക്ക് വേണ്ടിയിട്ട് എന്തായാലും എന്തെങ്കിലും ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. ശ്യാമിൻ്റെ ആ ഒരു ചതി എന്തായാലും അഞ്ജലിനെ അറിയിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ശ്യാമ് പറയുന്നുണ്ട്, നീ എന്ത് ചെന്ന് പറഞ്ഞാലും അഞ്ജലി വിശ്വസിക്കില്ല, ഞാൻ ശ്രുതിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്നൊന്നും പറഞ്ഞാൽ അവൾ വിശ്വസിക്കാൻ പോകുന്നില്ല, അവൾക്ക് അത്രയും ജീവനാണ് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ ജീവിതം എങ്ങനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിനെ വിവാഹം കഴിക്കാനാണ് കേട്ടോ അശ്വിൻ തീരുമാനിക്കുന്നത്. കാരണം അശ്വിൻ ശ്രുതിനെ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രുതിനെ ശ്യാമിന് വിവാഹം കഴിക്കാനോ ശ്യാമിന് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനോ പറ്റൂല. അതുകൊണ്ട് തന്നെ ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് അശ്വിൻ പറയാണ്, പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഭാര്യയായി മാറണം, ഉടനെ തന്നെ നമ്മൾ തമ്മിലുള്ള താലികെട്ട് കഴിയണം, അതിന് ശേഷം വേണം പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം നടക്കാനൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് മറ്റൊരു അമ്പലത്തിലേക്ക് അശ്വിൻ ശ്രുതിയും കൊണ്ട് പോകാനായിട്ട്. ശ്രുതി ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ പ്രീതിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു വിവാഹം മുടങ്ങലും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രീതിക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീതിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പറഞ്ഞ പ്രകാരം ശ്രുതിയും അശ്വിനും തമ്മിലുള്ള വിവാഹം നടക്കാൻ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വലതുകാൽ വെച്ചിട്ട് പ്രീതി കയറുന്ന അതേ സമയത്താണ് അശ്വിനും ശ്രുതിയും തമ്മിൽ താലി കെട്ടി ആ വീട്ടിലേക്ക് വരുന്നത്. എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ശ്രുതിയും അശ്വിനും തമ്മിൽ അങ്ങനെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നുള്ളത് ആർക്കും അറിയില്ല. അവർ തമ്മിലൊരു പ്രണയം ഉണ്ടെന്ന് മുത്തശ്ശിക്ക് അഞ്ജലിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിലേറ്റവും വലിയ അടി കിട്ടുന്നത് ശ്യാമിനെ തന്നെയായിട്ടുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, ഇനി നിൻ്റെ നിഴൽ പോലും ശ്രുതിയുടെ മേത്ത് വീഴാൻ പാടില്ല, അവൾ ഇന്ന് എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.